ശ്ലോകം 6 മായയെക്കുറിച്ചാണ് പറയുന്നത്. മായയ്ക്ക് അനേകം പേരുകളുണ്ട്. ആദിപ്രകൃതി, മൂലപ്രകൃതി, വെറും പ്രകൃതി, പ്രധാനം, അങ്ങനെ അനേകം പേരുകൾ മായയ്ക്കുണ്ട്. ആ മായ 2 രൂപത്തിനെയാണ് എടുക്കുന്നത്. അവിദ്യാസ്വരൂപിണിയായ മായ, വിദ്യാസ്വരൂപിണിയായ മായ. അവിദ്യാസ്വരൂപിണിയായ മായയാണ് നമ്മളെ വിഷയങ്ങളിൽ താല്പര്യമുണ്ടാക്കി താഴത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. എത്രത്തോളം വിഷയങ്ങൾ അനുഭവിക്കാമോ അങ്ങനെയുള്ളവർ അതിനു വേണ്ടി ശ്രമിക്കുന്നു. ആ മായയുടെ ഇതാണ്. അവിദ്യാസ്വരൂപിണിയായ മായയാണ് അവരിതാവും. അങ്ങനെയുള്ളവർ ഭഗവാനെ ഭജിച്ച് വിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കണം. നമ്മൾ ഈ ചെയ്യുന്നത് വിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കലാണ്. അപ്പോൾ ഭഗവൻ തത്വത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഭഗവാനാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആനന്ദസ്വരൂപനായിരുന്ന് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്. അവിദ്യാസ്വരൂപിണിയായ മായ നമ്മളെ ഭ്രമിപ്പിക്കുന്നു. ഭഗവാൻ ഗീതയിൽ പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദയേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഒരു യന്ത്രത്തിൽ ജയന്റ് വീലിൽ കയറ്റി നമ്മളിട്ട് കറക്കുന്ന പോലെ ഇതാവുന്നു. അവിടെ ഏത് മായയാണ്? അവിദ്യാസ്വരൂപിണിയായ മായ. ശക്തി നൽകുന്ന ആരാണ്? ഈശ്വരൻ തന്നെ. ഒരാളെ ശക്തി നൽകാനുള്ളൂ, അത് ഈ പരബ്രഹ്മം മാത്രം. അപ്പോൾ ഏത് കാലം വരെ നമ്മളുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവോ ആ കാലം വരെ ഈ അവിദ്യാസ്വരൂപിണിയായ മായ നമ്മളെയിട്ട് കറക്കിക്കൊണ്ടിരിക്കും. പല വിഷയങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങോട്ടായി മനസ്സിന് ഒരു സമാധാനവും തരില്ല. അതാണ് ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ട്, അത് പൂർവ്വജന്മത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അത് സാധ്യമാവുന്നത്. ആ ഗുരുവിൽ നിന്ന് ഈ ഭഗവത് തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി അറിയാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ വിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിച്ചു. ആ ജ്ഞാനം മെല്ലെ മെല്ലെ ഇതാകുന്നു. എൻ്റെ ശരീരമടക്കം എല്ലാം ജഡമാണ്. ആ ജഡമായതിനെയെല്ലാം ചൈതന്യവത്താക്കുന്ന ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ആ ഭഗവാനെ ഞാൻ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള അറിവ് തരുന്നു. അപ്പോൾ നമ്മൾ അവിദ്യാസ്വരൂപിണിയായ മായയിൽ നിന്ന് വിദ്യാസ്വരൂപിണിയായ മായയിലേക്ക് മാറിക്കഴിഞ്ഞു. അതാണ് ഇതെല്ലാം ഉപനിഷത്തുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് അങ്ങനെ മെല്ലെ മെല്ലെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോയി വരും. ഇതാണ് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ആ ചക്രത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല. ആ സംസാര ചക്രത്തിൽ കിടന്നങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഈ മനുഷ്യജന്മം തന്നെ കിട്ടിയെന്നും വരില്ല.
എവിടെ പാപകർമ്മങ്ങൾ അധികമുണ്ടോ അവിടെ താഴത്തേക്ക് പോവും. മൃഗങ്ങളായിട്ടും സസ്യങ്ങളായിട്ടും പോവും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും അവിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കാൻ ഇടവരരുത്. വിദ്യാസ്വരൂപിണിയായ മായയെ തന്നെ ആശ്രയിക്കണം എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. സത്വേന, സത്ത് ഉള്ളത്, അപ്പം സത്വേന ഉള്ളതായിട്ടും, അസത്തയാ ഇല്ലാത്തതായിട്ടും, പിന്നെയോ സദസത്വേന സത്തും അസത്തുമായിട്ട്, ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഉള്ളതാണ് ഈ മായ. ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? ഇല്ല. നജഖലു സദസത്വേന നിർവാച്യരൂപ, ഉള്ളതായിട്ടും ഇല്ലാത്തതായിട്ടും ഉള്ളതും ഇല്ലാത്തതുമായിട്ടും ആണ്. ഉള്ളതായിട്ട് തന്നെ നമുക്ക് എടുക്കണം. ഇതുകൊണ്ട് നമുക്ക് അനുഭവമുണ്ട്. അപ്പം ജഗത്ത് ഉള്ളതായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അസത്തയാ ഇല്ലാത്തത്. എപ്പോൾ നമ്മൾ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാൻ മാത്രമാണ് ഉള്ളത് എന്ന തത്വത്തിലേക്ക് എത്തുന്നു, അപ്പോൾ ഇല്ലാത്തതായിട്ട്. അതുവരെ ഈ ജഗത്ത് ഉള്ളതായിട്ട്. ഭഗവാൻ ധ്യാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ജഗത്ത് ഇല്ലാത്തതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും അനുഭവിച്ചു കൊണ്ടിരിക്കും. സദസത്വേന, സത്തും അസത്തും ചേർന്നത് അതൊരിക്കലും സാധ്യമല്ല. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒന്നിച്ചിരിക്കില്ല. അപ്പം അത് യുക്തിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് സത്വ അസത്വമായിട്ട് ഇല്ല. എന്തായാലും ഇതിനെ വചിക്കാൻ സാധ്യമല്ല, പറയാൻ സാധ്യമല്ല. നജഖലു നിർവാച്യരൂപ, ഏതു വിധത്തിലാണ് ഈ മായ ഇരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ സാധ്യമല്ല. ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു, വാസ്തവത്തിൽ ഇല്ലാത്തതാണത്. യാ അസൗ അവിദ്യ, ഏതൊരു മായ നമ്മളെടുത്ത് കറക്കുന്നുവോ ഭ്രമിപ്പിക്കുന്നുവോ അത് അവിദ്യാസ്വരൂപിണിയായ മായ. അതെങ്ങനെ നമ്മളെയിട്ട് ദുഃഖിപ്പിക്കുന്നത്? യാ അസൗ അവിദ്യ ഗുണഭണി മതിവൽ, ഗുണം കയറ്, കയറിൽ ഭണി പാമ്പ് എന്നുള്ള മതി ബുദ്ധി നമുക്കുണ്ടാവും. കയറിൻ്റെ കഷ്ണം കിടക്കണു, അതിനെ പാമ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കണു. അതാണ് ഗുണ ഭണി മതി വത്. രജ്ജുഖണ്ഡത്തിലെ പന്നകബുദ്ധി പോലെ എഴുത്തച്ഛൻ പറയുന്നു. രജ്ജുഖണ്ഡത്തിലെ പന്നകബുദ്ധിയാണ്. അങ്ങനെ ആ മായ ഈ കാണുന്നതായ ജഗത്ത് മുഴുവൻ സത്യമാണെന്നുള്ള തോന്നലുണ്ടാക്കണം. അതാണ് വിശ്വ ദൃശ്യാവഭാസം. എല്ലാ ദൃശ്യം സമസ്ത ദൃശ്യപ്രപഞ്ചത്തിനെയും അതിൻ്റെ ആ ഒരു തോന്നൽ, പ്രതീതി, ആ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മായ അവിദ്യാസ്വരൂപിണിയായ മായയാണ് നമ്മളെ പലതും കാട്ടിത്തന്ന് അതിലാണ് സുഖമിരിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യമുണ്ടാക്കി നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ ആ മായ തന്നെ നമ്മളെ രക്ഷിക്കണു. സായേവ, ആ മായ തന്നെ
എപ്പോഴാണ് അത് ഉണ്ടാവുന്നത്? ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരണം. അതാണ് യത് കൃപാസ്യന്തലാഭേ. ഭഗവാന്റെ ആ കൃപ നമ്മളിലേക്ക് ഒഴുകി വരണം. സ്യന്തം ഭഗവത് ഭജനം കൊണ്ട് ആ ഭഗവാൻ സ്നേഹത്തോടുകൂടി നമ്മളെ വന്ന് ഉദ്ധരിക്കണം. പ്രഹ്ലാദ ബാലനെയും ധ്രുവ ബാലനെയും ഒക്കെ ഉദ്ധരിച്ചതുപോലെ യത് കൃപാസ്യന്തലാഭേ. അപ്പം ആദ്യം ആ ഭഗവാന്റെ കൃപയാണ് വേണ്ടത്. ആ ഭഗവാന്റെ കൃപ വന്നു കഴിഞ്ഞാൽ ഈ വിധത്തിലുള്ള ആധ്യാത്മിക വിഷയങ്ങളിൽ നമുക്ക് താല്പര്യം വരും. ശ്രുതി വചനലവൈഹി, അവിടെ വേദത്തിൻ്റെ വാക്കുകൾ ഉപനിഷത്തുകളിലൂടെ, അധികമൊന്നും വേണ്ട, ലവം കുറച്ച്, കേനോപനിഷത്ത് മതി, വേറൊന്നും വേണ്ട. ശ്രുതി വചന ലവൈഹി അത് കേൾക്കാൻ തുടങ്ങുമ്പോൾ വിദ്യാത്വം യാഥാ, അപ്പോഴാണ് നമുക്ക് ശരിയായ വിദ്യ ഉണ്ടാവുന്നത്. എന്താ ശരിയായ വിദ്യ? ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ ധന്യമായിട്ടൊന്നുമില്ല. ആ ശ്ലോകം നമ്മൾ ഒരിക്കലും മറക്കരുത്. സർവം ഖലിതം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ. അതാണ് വിദ്യാത്വം. ഈ എന്തെല്ലാം ഇവിടെ കാണുന്നുവോ അതൊന്നും യാഥാർത്ഥ്യത്തിലുള്ളതല്ല. അതൊക്കെ ഉള്ളതെന്നുള്ളതായിട്ടുള്ള തോന്നൽ മാത്രമാണ്. ഉള്ളത് ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉള്ളിലോട്ട് തിരിയണം. ഈ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ നശിപ്പിക്കണം. എന്താ ഉള്ളിലുള്ള അജ്ഞാനം? സംസാരാരണ്യ സദ്യസ്ഫുടന പരസുതാം ഏതി. ഈ സംസാരം തന്നെ, ഈ പ്രപഞ്ചം തന്നെ, ഈ പ്രപഞ്ചമാകുന്ന അരണ്യം, കാട്, ആ കാടിനെ നശിപ്പിക്കുന്നതാണ് ഭഗവത് ഭക്തി. അതിനെ തൃടനം, മുറിക്കണം. മുറിക്കാൻ എന്ത് വേണം? മഴു വേണം, പരശു. അപ്പോൾ നാം പഠിക്കുന്നതായ ആ ഭഗവാനെക്കുറിച്ചുള്ളതായ ആ ഉപനിഷത്ത് തന്നെ നമ്മുടെ ഉള്ളിലുള്ളതായ സംസാരമാകുന്ന കാട്ടിനെ മുറിച്ചു കളയുന്ന മഴുവായിത്തീരുകയാണ്, വെൺമഴുവായിത്തീരുന്നു. ഇതൊക്കെ ആര് ചെയ്യണു? ഏകനായ ഭഗവാൻ. അതാണ്, ഒരേ ഒരു ഭഗവാനാണ് ഇത് ചെയ്യുന്നത്. ആ ഭഗവാൻ തൻ്റെ മായയുടെ അവിദ്യാസ്വരൂപിണിയായ മായയെക്കൊണ്ട് നമ്മളെ ഇട്ട് കറക്കണം. പിന്നീട് എപ്പോൾ ഈ ഭക്തൻ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങുന്നുവോ വിദ്യാസ്വരൂപിണിയായ മായയെക്കൊണ്ട് മെല്ലെ അയാളെ ഉദ്ധരിക്കുന്നു. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 61, 62 ആ 2 ശ്ലോകങ്ങളാണ് ഇവിടെ. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. നമ്മളൊക്കെ ഇട്ട് ഭ്രമിപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? തമേവ ശരണം ഗച്ഛ. ആ ഭഗവാനെ ശരണം പ്രാപിക്കൂ. വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. തമേവ ശരണം ഗച്ഛ. സർവഭാവേന, എല്ലാ പ്രകാരത്തിലും.
വാക്കുകൾ കൊണ്ട്, നാമജപം മുതലായ വാക്കുകൾ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട്, പൂജാദികളെ കൊണ്ട്, ധ്യാനാദികളെ കൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കണം. സർവഭാവേന ഭാരത. എപ്പോൾ നമ്മുടെ മനസ്സ് മറ്റു വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതിൽ തന്നെ ബദ്ധശ്രദ്ധമാകുന്നുവോ, അപ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. തത് പ്രസാദാത്, ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. പരമമായ ശാന്തിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്തെന്ത് ദുഃഖങ്ങൾ വന്നാലും ആ ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്ത് ഒടുവിൽ എപ്പോൾ പ്രാരബ്ധം അവസാനിച്ചുവോ നമ്മളെ തന്നിലേക്ക് തന്നെ, ആത്മാവിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. പിന്നെ ഒരു ജന്മമില്ലാതെ. അതാണ് പരമമായ ശാന്തി. ഗീതയിൽ 18 61 62. അപ്പോൾ ഈ മായയെ നല്ലവണ്ണം മനസ്സിലാക്കണം. അതാണ്, മായയാണ് എല്ലാം ചെയ്യുന്നത്. ആ മായയെ ആരും കണ്ടിട്ടില്ല. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിൽ ആ മായയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് സത്താണോ അസത്താണോ രണ്ടും ചേർന്നതാണോ? അതാണ് ആ ശ്ലോകം വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറയാൻ വയ്യ, ഉള്ളതാണെന്ന് പറയാൻ വയ്യ, ഉള്ളതാണെന്നുള്ള അനുഭവമുണ്ട്, പക്ഷേ വാസ്തവത്തിലല്ല. ഇല്ലാത്തതാണെന്ന് പറയാൻ വയ്യ, എന്തുകൊണ്ട്? ഉണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട്. ഇത് ഈ പരമതത്വത്തിൽ നിന്ന് വേറെയാണോ? അതാണ് എന്നുള്ളത് പറയാൻ വയ്യ. ആ പരമതത്വത്തോട് ചേർന്നിരിക്കുന്നതാണ് ഇത്. ഭഗവാന്റെ ശക്തി സ്വരൂപിണിയാണ്. എന്തായാലും മായയെക്കുറിച്ച് നമുക്കൊന്നും വ്യക്തമായിട്ട് പറയാൻ വയ്യ. അത് അത്ഭുതമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാത്ഭുത മഹാത്ഭുത അനിർവചനീയ രൂപ. വിവേക ചൂടാമണിയിൽ ആണത് വരുന്നത്. ഇത് ഒരു അത്ഭുതമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിവേക ചൂടാമണി, പക്ഷേ ചില പുസ്തകത്തിൽ നമ്പറിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. 109 ആണ് വിവേക ചൂടാമണി. എങ്ങനെയാണ് മായ എന്ന് ഒരിക്കലും വ്യക്തമാക്കി പറയാൻ സാധ്യമല്ല. ഇതിനെ ഒരു അത്ഭുതമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കണം. നിർവചിക്കാൻ സാധ്യമല്ല. അനിർവചനീയ രൂപ. എപ്പോൾ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങണോ അവിദ്യാസ്വരൂപിണിയായ മായ വിദ്യാസ്വരൂപിണിയാവും എന്ന തത്വം മനസ്സിലാക്കി എത്രത്തോളം ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങളുണ്ടോ അതിനെ പഠിക്കണം. ഏതെങ്കിലും ഒന്ന് മതി, രാമായണം ഒന്ന് മാത്രം മതി, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. അതിലൂടെ അവിദ്യാസ്വരൂപിണിയെ നശിപ്പിച്ച് വിദ്യാസ്വരൂപിണിയെ ഒന്നിച്ച് പിടിച്ച് നമുക്ക് ഈ തത്വത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ആ ദേവിയോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. വാണിയിടുക നാരദമെന്നുട നാവൂതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ പാരാസലക്ഷണം മേന്മേൽ മംഗലശീലേ. ഒരു വരി പോയി. അമ്മ തന്നെ എന്നെ അനുഗ്രഹിക്കണം. ഈ തത്വത്തെ മനസ്സിലാക്കാൻ,
അതിനെ വർണ്ണിക്കാനും അമ്മയുടെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ ഇത് സാധ്യമല്ല. ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിൽ എത്തിച്ചേരുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ എവിടെയാണ്? അതിൽ തന്നെ ഇരിക്കുന്നത്. ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലായിരിക്കണം, അറിയുന്നില്ല, അതേ ഉള്ളൂ. ആനന്ദസ്വരൂപനായ ബ്രഹ്മം തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്, അറിയുന്നില്ല. കാരണം അവിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കുന്നു. എങ്ങനെ? പണം എത്ര നേടിയാലും പോരാ, അതാണ്. വിഷയസമ്പർക്കം എത്രത്തോളം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാലും പോരാ. അപ്പോൾ മെല്ലെ മെല്ലെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ദമം, ഇന്ദ്രിയ നിയന്ത്രണമാണ് ദമം. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായാൽ ശമമായി. ശമം, മനസ്സ് നിയന്ത്രണത്തിൽ വന്നു. ശമം, ദമം, ശമം. എന്നിട്ട് എത്രത്തോളം ഭഗവാനെ ഭജിക്കാമോ ചെയ്യണം. ഉപരമ, ഉപരമ, ഭഗവാന്റെ സമീപത്ത് തന്നെ ഇരിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതായത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം. ആ സമയത്ത് കോപാദികളൊന്നും വരാൻ പാടില്ല, അതാണ് തിദീക്ഷ. കോപം വന്നാൽ ഏത് ശക്തി നമ്മൾ നേടിയോ അത് നഷ്ടപ്പെടും, അതാണ്. ദുർവാസാവിനും മറ്റുമൊക്കെ സംഭവിച്ചത് അതാണ്. അവർ നേടിയതായ ആ ശക്തി നഷ്ടപ്പെടുന്നു. നാരായണ ഋഷിയെപ്പോലെ ആയിരിക്കണം. ആര് തന്നെ ഭ്രമിപ്പിക്കാൻ വരുന്നുവോ അവരെ ശിക്ഷിക്കുന്നില്ല, അത് മാത്രമല്ല അനുഗ്രഹിക്കുക കൂടി ചെയ്യുന്നതായ ഇതാണ് തിദീക്ഷ. വരുന്നതായ ദുഃഖത്തിനെ സഹിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ ആ ഭഗവാനെക്കുറിച്ചുള്ള ആ ചിന്ത മുന്നേറുന്നതായ സമയത്ത് ബുദ്ധി ഉറക്കുകയാണ്, ആ തത്വത്തിൽ ഉറക്കുകയാണ്. അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. നിശ്ചയം വന്ന ബുദ്ധി. ഈ ജന്മത്തിൽ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കണം എന്ന് ഇതാവണു. അതിനുവേണ്ടി ഏതൊക്കെ വസ്തുക്കൾ ഇത്ര കാലം സത്യമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് വച്ചിരുന്നുവോ, ഹൃദയത്തോട് ചേർത്ത് വച്ചിരുന്നുവോ, അവരെ മെല്ലെ 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 താഴാണ്. അവധി ദേശത്തിലെ ബ്രാഹ്മണൻ അതാണ്. എത്ര കാലം വരെ അദ്ദേഹം ആ ധനത്തിനെ ഒന്നിച്ചു വെച്ചിരുന്നുവോ രക്ഷയുണ്ടായില്ല. ഒടുവിൽ അതെല്ലാം നഷ്ടപ്പെട്ട് ഏതൊരാഹാരമാണോ ആ ജനങ്ങൾ നൽകിയത് അതിനെയും കഴിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ജനങ്ങൾ ഉപദ്രവിച്ചതായ സമയത്ത് മെല്ലെ ആ തത്വം തെളിഞ്ഞ് പ്രകാശിച്ചു. വൈരാഗ്യം വന്നു. വൈരാഗ്യം വരണം. അപ്പോൾ എല്ലാം ഭഗവാനാണ് എന്നുള്ളതായ ആ തത്വം ബുദ്ധിക്ക് ഉറപ്പ് വന്ന് വൈരാഗ്യത്തോടുകൂടി അത് നേടാൻ വേണ്ടി ശ്രമിക്കണം. അത് മുമ്പുള്ള രാജാക്കന്മാരെല്ലാം രാജ്യഭാരത്തിനെ ഉപേക്ഷിച്ച് വാനപ്രസ്ഥാശ്രമത്തിന് പോയത് അതുകൊണ്ടാണ്. നമുക്കിപ്പോൾ അതൊന്നും സാധിക്കില്ല. ഉള്ള സ്ഥലത്ത് തന്നെ ആ ഭഗവത് ചിന്തയോടുകൂടി ഇരുന്ന് ഈ മായ മൂലമുള്ളതായ
വസ്തുക്കളെ തള്ളി ഏതൊന്നാണോ ഉള്ളത്, വാസ്തവത്തിലുള്ളത്, ആ ഭഗവാനെ നമ്മുടെ സ്വന്തമാക്കാൻ, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാനെ സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കണം. സംസാരാരണ്യ സദ്യ തുടന പരശുതാമേതി. അപ്പോഴാണ് ആ പറഞ്ഞത് നടക്കുന്നത്. സംസാരമാകുന്ന കാട്, ആ കാടിനെ നശിപ്പിക്കുന്ന മഴു, ആ ഭഗവത് ധ്യാനം, ആ ഭഗവാനെക്കുറിച്ചുള്ള പഠനം, അതാണ് അവ നടത്തുന്നത്. അങ്ങനെ സംസാരാരണ്യത്തിനെ മുറിച്ച് ആ ഭഗവാനുമായി നമ്മൾ ഐക്യം പ്രാപിക്കണം.